ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 99% ഓഫ് ആൾക്കാരും എൻ്റെ അതേ അഭിപ്രായം പറഞ്ഞവരാണ്. 1-2 പേര് അല്ലാത്ത അഭിപ്രായം പറഞ്ഞു. മേ ബി ഒരു 5 പേരെങ്കിലും ഡിഫറെൻ്റ് ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് ഓക്കെയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ ഏത് കാര്യത്തിനും. ഇതിലിപ്പോൾ ഞാനത് ആരും വിവാഹം കഴിക്കേണ്ട എന്നല്ല പറഞ്ഞത്. അത് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എല്ലാവരോടും ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: ആരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത് കുട്ടികളെ. അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അവർ കരിയർ ഫോക്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും വിവാഹം കഴിക്കണം എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സം ടോട്ടൽ. ഓക്കെ, അത് കുറേ പേർക്ക് മനസ്സിലായി. നല്ല നല്ല എന്താ പറയുക, എക്സ്പ്ലനേഷനും അവരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. എനിക്കത് വളരെ സന്തോഷം തോന്നി. ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഇന്ന് ഞാൻ മറ്റു ചില തോട്ട്സിലേക്ക് പോവുകയാണ്. അതായത്, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഷോർട്സ് പോലെ ഒരു സംഭവം തന്നെയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഒരു ഫോറിൻ ലേഡിയാണ്. ഷി വാസ് സംവെയർ അറൗണ്ട് ഒരു 80 അടുപ്പിച്ച്, 75-80 ഇടയ്ക്ക് പ്രായമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 78 ആ റേഞ്ചിൽ പുള്ളിക്കാരി. പക്ഷേ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കണ്ടത്. ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ പുള്ളിക്കാരിക്ക് പാർട്ടീസിന് പോകണു, ഡാൻസ് ചെയ്യുന്നു, നല്ല അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നു, എന്നിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഐ എം സെലിബ്രേറ്റിംഗ് മൈ ലൈഫ്, എനിക്കങ്ങനെ ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഏജ് എനിക്കൊരു ജസ്റ്റ് എ നമ്പർ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷപൂർവ്വം ജീവിതം ആസ്വദിക്കുന്ന കാഴ്ചയാണ് ഞാൻ അതിൽ കണ്ടത്. പക്ഷേ അതിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് വരുമല്ലോ, സ്വാഭാവികമായിട്ട് കമൻറ്റ്സ് വരും. അതിൽ കുറച്ച് പേരൊക്കെ പോസിറ്റീവ് കമൻറ്റ്സ് പറയുന്നുണ്ട്, ചിലരെല്ലാം നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും വയസ്സാം കാലത്ത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്, ഇനി എന്ത് സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുന്നു, ഇത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ എന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തകർത്ത് വാരി കുറേ മോശം കമൻറ്റ്സും കുറേ നല്ല കമൻറ്റ്സും ഞാനതിൽ വായിക്കേണ്ടായി. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇത് ഈ പറഞ്ഞ സ്ഥലത്ത് വിദേശിയാണ്, ഷീസ് എ ഫോറിൻ ലേഡി. അവരുടെ ആൾക്കാരൊന്നും അത് മോശമായിട്ട് കമൻറ്റ് ചെയ്യില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ത്യൻസ് തന്നെ കൂടുതലും. എനിക്കറിയില്ല അത് ഏത് വിഭാഗം ആൾക്കാരാണത്. എന്തായാലും ഒരുപാട് മോശം കമൻറ്റ്സും വരുന്നുണ്ടായിരുന്നു, നല്ല കമൻറ്റ്സ് കൂടുതലായിരുന്നു. പക്ഷേ ഒരു 25-30% ഓഫ് മോശം കമൻറ്റ്സ് ആൻഡ് മോസ്റ്റ്ലി ഒരു 70%ഓളം നല്ല കമൻറ്റ്സും ഉണ്ട്. പക്ഷേ അത് അവരൊരു ഫോറിൻ ലേഡി ആയതുകൊണ്ടായിരിക്കാം അത്രയും കുറച്ച് കമൻറ്റ്സേ വരുന്നുള്ളൂ മോശമായിട്ട്. പക്ഷേ നാട്ടിലാണെങ്കിലോ കേരളത്തിലെ ഒരാളാണെങ്കിലോ എത്ര നെഗറ്റീവായിട്ടായിരിക്കും അല്ലേ കമൻറ്റ്സ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഒരു ഏജ് വെച്ചിട്ടാണ് എല്ലാവരെയും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ നമ്മളെ ക്യാരി ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് നാട്ടുകാരാണ്. ഇവിടെ എല്ലാവരെയും ഞാൻ പറയില്ല കേട്ടോ. ഒരു വിഭാഗം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പ്രായമായില്ലേ, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ, ഒരു 50 കഴിഞ്ഞാലോ അല്ലെങ്കിൽ 40 കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തതയുണ്ട്, അവർക്കുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട്, അതിന് ഡിഫറൻ്റായിട്ട് സ്ത്രീകൾ പെരുമാറിയാൽ, ഒരു 50+ ആയിട്ടുള്ള ഒരാൾ സ്ഥിരമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നു, തലമുടിയൊക്കെ നല്ല ഷേപ്പാക്കി കൊണ്ട് നടക്കുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു, പിന്നെന്താ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഒരു പക്ഷേ വെസ്റ്റേൺ ഡ്രസ്സാകാം, നമ്മുടെ നാടൻ വസ്ത്രം തന്നെ ആവണം എന്നില്ല, കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇടുന്നു, വളരെ സ്മാർട്ടായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അത് അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. ഓക്കെ, ആ പ്രായത്തിലും അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നു കാര്യങ്ങൾ, അവരുടെ ബോഡി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ സ്കിൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ സന്തോഷം അവർ എക്സ്പ്രസ് ചെയ്ത് ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ വരേണ്ടത്. മറ്റുള്ളവർക്കത് നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ അതിന് പകരം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്തിനാ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരാൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ. എന്തൊക്കെ ഡ്രസ്സ് ഇടാം, അവരുടെ ശരീരത്തിന് ചേരുന്ന ഡ്രസ്സാണെങ്കിൽ ഏത് പ്രായക്കാർക്കാണെങ്കിലും എന്ത് വസ്ത്രവും ധരിക്കാം. അവർക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്കത് ഇടുമ്പോൾ അയ്യോ എനിക്കിത് ചേരില്ല, ഇടുമ്പോൾ സ്വയം ഒരു എന്താ പറയുക, ഒരു അപകർഷതാബോധം പോലെ തോന്നുന്നെങ്കിൽ ഇടരുത്. അല്ലാത്തടത്തോളം ഏത് വസ്ത്രം ഇട്ടാലും ആരാണ് കുറ്റം പറയാനുള്ളത്? കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? അതാരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അവരുടെ ഒരു വിവരക്കേടായിട്ട് വിചാരിച്ചാൽ മതി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ നമ്മുടെ
ശരീരവും സ്കിന്നും ഹെയറും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ എക്സസൈസ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ ജിമ്മിൽ പോയാൽ അതും പ്രശ്നം. ഇനിയിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ ബോഡിയൊക്കെ ഫിറ്റായി വെച്ചിട്ട് ഇത് ആരെ കാണിക്കാനാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ. ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ പഴയ കാലം പോലെ അല്ലല്ലോ, കാലം മാറിയതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ ആൾക്കാർ. അതായത് കാലം മാറിയതിനനുസരിച്ച് പഴയ 70 അല്ല ഇപ്പോഴത്തെ 70, പഴയ 60 അല്ല ഇപ്പോഴത്തെ 60. ഇപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ. ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു, നമുക്ക് ചുറ്റും കാഴ്ചകൾ ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിന് പോലും ഇപ്പോൾ നാച്ചുറൽ റെമഡീസ് അല്ലാണ്ട് തന്നെ ഇൻവേസീവായിട്ടുള്ള സർജറീസും അല്ലാത്ത ഒരുപാട് എന്താ പറയുക ഇഞ്ചക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഹെയറിനും പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഷണ്ടി ഉള്ളവർക്ക്, ഹെയർ ലോസ് ഉള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. സ്കിന്ന് തൂങ്ങി പോകാണ്ടിരിക്കാൻ, സാഗ് ചെയ്യാതിരിക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്. പിന്നെ അത് എനിക്ക് അറിയാത്ത തന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അവനവന് പറ്റുന്നത് പോലെ ചെയ്താൽ എന്താണ് തെറ്റില്ല. പിന്നെ പൈസ ഉള്ളവർക്ക് മാത്രം ഇതെന്തും ആകാം, പൈസ ഉള്ളത് കൊണ്ടാണ് സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? പൈസ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ള പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ തോട്ടാണ്, അതായത് നമ്മുടെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൈൻഡാണ് യങ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് യങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചേഷ്ടകൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ നടത്ത, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ എല്ലാം എവറിത്തിങ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ആ ആളിൻ്റെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക തോന്നലനുസരിച്ചിട്ടാണ്. അത് യൂത്ത്ഫുൾ ആണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും. അതല്ല നമ്മൾ മനസ്സുകൊണ്ട് വയസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വയസ്സായതുപോലെ പെരുമാറുള്ളൂ. പക്ഷേ ഇത് മറ്റുള്ളവരല്ല ഇത് ജഡ്ജ് ചെയ്യേണ്ടത്. ഹൂ ഈസ് ടു ജഡ്ജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല പോസ്റ്റ് എടുത്ത് നമ്മളൊരു ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ തന്നെ പലതരം അഭിപ്രായങ്ങൾ വരും. അതിൽ ചില കമൻസൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് ആയിരിക്കും. ഇതിപ്പോൾ ഒരാളുടെ അനുഭവമല്ല, എല്ലാവരുടെയും അനുഭവം തന്നെയാണ്. അപ്പോൾ അത്തരം കമൻസ് പറയുന്ന ആൾക്കാർ വിചാരിക്കേണ്ടത് അവർക്ക് എന്താണ് പ്രശ്നം അല്ലേ, ഒരാളുടെ ഒരു സന്തോഷത്തിനെ കെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെലിബ്രേറ്റ് യുവർ സെൽഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഏത് പ്രായത്തിലും ആകാം. ഒരു പക്ഷേ നേരത്തെ ഒന്നും സെലിബ്രേഷൻ നടക്കില്ല. കാര്യം കല്യാണം കഴിഞ്ഞ് കുറച്ച് ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടികളെ വളർത്തുന്ന തിരക്കിലും കരിയർ ബിൽഡിങ്ങിൻ്റെ തിരക്കിലും ജീവിതം ഒന്ന് പരസ്പരം മനസ്സിലാക്കി സെറ്റപ്പ് ആകാനുള്ള ഒരു ടൈം എടുക്കും. ആ ഒരു സമയത്ത് സെലിബ്രേഷൻ മൂഡൊന്നും ആയിരിക്കില്ല ആർക്കും. സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് അച്ഛനമ്മമാർ ഫ്രീ ആവുന്നൊരു സമയമുണ്ട്. അതൊരു 40s അത് സംഭവിക്കുക. ഏർലി 40s ആകാം ചിലർക്ക് നേരത്തെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ലേറ്റ് 30s ആകാം, അല്ലെങ്കിൽ ഏർലി 40s, ലേറ്റ് 40s. എപ്പോഴാണ് നമ്മൾ ഫ്രീ ആകുന്നത് അതനുസരിച്ചിട്ടാണ്. കുട്ടികളെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ചെയ്ത് ജീവിതത്തിന് ഒരു എന്താ പറയുക അടുക്കും ചിട്ടയുമൊക്കെ വന്ന് നമ്മൾ സേഫായി കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും. അപ്പോൾ ആദ്യമൊക്കെ സാമ്പത്തിക ഭദ്രത കുറവായിരിക്കുമല്ലോ, അതെല്ലാം സെറ്റായി വരുമ്പോൾ ഞാൻ പറയുന്നത് ലോവർ മിഡിൽ ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പർ മിഡിൽ ക്ലാസ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ റിച്ച് പീപ്പിളിന് അതിനെക്കുറിച്ച് നമ്മൾ പൈസയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവർക്കൊക്കെ സഹായിക്കാൻ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടാകാം. അത് ഒരു സഹായത്തിനും ആളില്ലാത്ത ഒരു കുറച്ച് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തന്നെ ജീവിതം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഒരു കാലത്ത് സെറ്റിൽഡ് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. അവർക്ക് വലിയ സ്ട്രഗിളാണ്. കാര്യം കുട്ടികളുടെ പഠനമാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് അവരെ അലട്ടുക. അല്ലാത്തവർക്ക് അത്യാവശ്യം പഠിത്തവും പിന്നെന്താ പറയുക സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ജോലിയുള്ളവരാണെങ്കിലും ജോലി കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം, വളർച്ച, വീട്ടുകാര്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഫാമിലി ലൈഫ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു 40 കഴിയും ഒന്ന് ഫ്രീ ആയി വരാൻ. 40, 45, ചിലപ്പോൾ 50 വയസ്സും ആകും. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ആ സമയം ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോഴായിരിക്കും സ്വന്തം കാര്യം ഒന്നുകൂടി ഒന്ന് ജീവിതം ഒന്ന് ആസ്വദിക്കാം എന്ന് തോന്നുന്നത്. മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോഴായിരിക്കും നമുക്ക് പുറത്തേക്ക് എടുത്തിടാൻ പറ്റുന്നത്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ളവർ ചുറ്റും നോക്കുമ്പോൾ 50s ആൾക്കാരായിരിക്കും. പക്ഷേ അപ്പോഴത്തെ 20s, 25, 26, 30 ജീവിക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ അവർ കരിയറൊക്കെ ഇട്ടുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് കറങ്ങി നടക്കുന്നു. അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ആ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ആ ഒരു അമ്മയ്ക്ക് എന്താ തോന്നുക?
തീർച്ചയായിട്ടും അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അതുപോലെയൊക്കെ നടക്കണം. അവർക്ക് ആ സമയത്ത് നടക്കാൻ പറ്റിയില്ല, പിന്നെ ഇനിയെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ നടക്കാനാണ്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കിതൊന്നും സാധിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ലോകത്ത് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നടത്താനേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല ഡ്രസ്സ് ഇടണം എന്ന് തോന്നും, കുറച്ചുകൂടെ ഫാഷനബിളായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നും, പാർലേഴ്സ് സന്ദർശിക്കണം എന്ന് തോന്നും, ഹെയർ സലൂൺസ് സന്ദർശിക്കണം എന്ന് തോന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോന്നും. കുറച്ചൊക്കെ ഷോപ്പ് ചെയ്ത് കുറച്ചൊക്കെ നല്ല ഡ്രസ്സ്, നല്ല ചപ്പൽസ്, നല്ല ഷൂസ്, ആക്സസറീസൊക്കെ ഇട്ടിട്ട് നല്ല മോഡേൺ ഒരു ഔട്ട്ഫിറ്റിലൊക്കെ പോകണമെന്ന് തോന്നിയാൽ പോകാമല്ലോ. അതെല്ലാം വളരെ ട്രഡീഷണലായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണമെന്ന് തോന്നിയാൽ അങ്ങനെയും പോകാമല്ലോ. ഏറ്റവും നല്ല കളർഫുള്ളായിട്ട് പോകണമെന്ന് തോന്നുമ്പോൾ അങ്ങനെയും പോകാം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ യാത്ര ചെയ്യാം. അപ്പോൾ അവരുടെ ജീവിതം അവരെ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അതാണ് സെലിബ്രേറ്റിംഗ് ലൈഫ്. അങ്ങനെ ജീവിതം സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില ആൾക്കാർക്കത് അസഹ്യമായിട്ട് തോന്നും. അപ്പോൾ അവർ പറയുന്നതാണ് ഈ പ്രശ്നങ്ങൾ. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവരുടെ ഏജ് അനുസരിച്ച് നിൽക്കണ്ടേ? അവർക്ക് പ്രായമായില്ലേ, മുത്തശ്ശിയായില്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നല്ല പ്രായമായല്ലോ, ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ കോപ്രായമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ തോന്നാം. അത് അവരുടെ തോന്നലാണ്. അവർക്ക് തോന്നുന്നത് അവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് അത്തരം അഭിപ്രായങ്ങൾ പറയുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. നിങ്ങൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുക, ഫേസ്ബുക്കുള്ളവരുണ്ടാവും. എല്ലാവർക്കും മിക്കവാറും ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്കും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിലൊക്കെ പടം ഇടുമ്പോൾ ഒരുപാട് അങ്ങനത്തെ കമൻസ് കാണാം. ഇതൊന്നും ഇല്ലാത്തവർ പോലും, സോഷ്യലി ആക്റ്റീവ് അല്ലാത്തവർ പോലും സ്വന്തം വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നമ്മൾ അങ്ങനെ ജീവിച്ചാൽ, കുറച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിതം സെലിബ്രേറ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡിനോടൊപ്പം ജീവിച്ചാൽ, പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്തവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കുമ്പോൾ പോലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ജീവിച്ചു കഴിയുമ്പോൾ ചുറ്റും സോഷ്യൽ മീഡിയയിലൊന്നും ഇത് വരുന്നില്ല, അല്ലാണ്ട് നമ്മുടെ ബന്ധുക്കളാകാം, ചുറ്റുമുള്ള സുഹൃത്തുക്കളാകാം, നാട്ടുകാരാകാം, ആ പരിസരവാസികളാകാം, അവരെല്ലാം കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇതേ കണ്ടില്ലേ, അവർക്കെന്തിൻ്റെ കുഴപ്പമാണ്, അവർക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, എന്നിട്ട് ആ ഹസ്ബൻഡിനെ കൂടെ ചീത്ത പറയും. കണ്ടില്ലേ അയച്ചു വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങേർക്കൊരു കൺട്രോളും ഇല്ല, നാണമില്ലല്ലോ, അയാളൊരു എന്താ പറയുക യൂസ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അത്ര ചോടയില്ലാത്ത ആളായിരിക്കും, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ ഹസ്ബൻഡിനെയും കൂടെ ചീത്ത പറയുന്നത്. എന്താ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? അത് ഹസ്ബൻഡ് അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് സമ്മതിക്കുന്ന ഒരാളിനാണെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം, അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പ്രശ്നമുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരെയും അല്ല, ജനറലൈസ് ചെയ്യുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാർ, മറ്റുള്ളവരിലൊരു പോസിറ്റീവ് കാണാൻ ആഗ്രഹിക്കാത്തവർ, മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കാത്തവർ, കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ, ആ കാറ്റഗറിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരല്ലാത്തവരുടെ കാര്യവും ഞാൻ പറയുവാണ്. അപ്പോൾ ആർക്കും ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പറ്റില്ല, ഫാഷനബിളായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, കറങ്ങി നടക്കാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു നാരോ മൈൻഡഡ് ആറ്റിറ്റ്യൂഡിൽ നോക്കുക. അത് ഏത് പ്രായം എന്നൊന്നുമില്ല, പ്രായമാണ് ഇവിടെ ഒരു മാനദണ്ഡം. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ആഫ്റ്റർ 50 എന്ത് ചെയ്യണം? നാമം ജപിച്ച് വീട്ടിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? അത് മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പഴയ കാലത്താണെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വകുപ്പില്ലായിരുന്നു ഒരു പക്ഷേ. ആ കാലത്ത് കൊച്ചുമക്കളെയൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ രാമനാമം ജപിച്ചിരിക്കുക, അല്ലെങ്കിൽ രാമായണ മാസം രാമായണം വായിക്കുക, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാം, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഇല്ല. ഒരു കാലത്തിന് മുന്നേ ഉള്ള കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഈ ജനറേഷൻ്റെ കഥയല്ല, ഒരു 2 ജനറേഷൻ ബാക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലമൊക്കെ മാറിയില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുറത്തു പോകാനും ജീവിതം ആസ്വദിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ട്. മനസ്സ് മാത്രം അതിനനുസരിച്ചിട്ട് മാറിയാൽ മതി. അപ്പോൾ ആ മനസ്സ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രശ്നം. അത് ഹസ്ബൻഡ് ഉള്ളവർക്കും പ്രശ്നം, ഹസ്ബൻഡ് ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇഫ് ഷീസ് എ വിഡോ, പിന്നെ അല്ലെങ്കിൽ ഡിവോഴ്സി ആണെങ്കിൽ തീർന്നു. ഡിവോഴ്സ് ആണെങ്കിൽ അപവാദ പ്രചരണവും കൂടി കേൾക്കേണ്ടി വരും. വിഡോ ആണെങ്കിലും അപവാദ പ്രചരണം കേൾക്കേണ്ടി വരും. കുറച്ച് ഫാഷനബിളായിട്ട് നടന്നാൽ, കുറച്ച് ജീവിതം ആസ്വദിക്കുന്ന രീതിയിൽ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, സുഹൃത്തുക്കളുമായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ, ലേഡി സുഹൃത്തുക്കളായാലും മതി, ആരുടെ കൂടെ പുറത്തു പോയാലും വളരെ മോശമായ ചീത്തപ്പേരുണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പറഞ്ഞുണ്ടാക്കുക ഇത്തരം ആൾക്കാർ. അപ്പോൾ അത് പേടിച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അവർക്കല്ലാതെ തന്നെ ജീവിതം ഒരു ട്രാജഡിയാണ്. ലൈഫ് പാർട്ട്ണർ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദറായിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ വളർത്തി, സിംഗിൾ മദറായിട്ട് സ്ട്രഗിൾ ചെയ്തായിരിക്കും വളർത്തി, അവരെ ഒരു കരകയറ്റി, അവരെ കരിയറൊക്കെ ആയിട്ട് അവരെ പഠിക്കാനും ജോലിക്കും ഒക്കെ വിടുന്നു, അല്ലെങ്കിൽ അവരെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു, വിവാഹം കഴിഞ്ഞ് അവർ പോകുന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാകുമ്പോൾ അമ്മയ്ക്കും ജീവിക്കണ്ടേ? അങ്ങനെ ഒരു രീതിയിൽ പോകുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഫോർവേഡ് തിങ്കിങ് ആയിട്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോവുക വരികയൊക്കെ ചെയ്യുമ്പോൾ ചില ഏരിയാസിലുള്ള ആൾക്കാർ, ചില ടൈപ്പ് ഓഫ് ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്യും. അത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഡാൻസ് ചെയ്താൽ കുറ്റമാണ്, പാട്ട് പാടിയാൽ കുറ്റമാണ്, പാർട്ടീസിന് പോയാൽ കുറ്റമാണ്, ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ കുറ്റമാണ്,
നല്ല വസ്ത്രം ധരിച്ചുകൂടാ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനും അതുപോലെ കുറ്റം പറയാനും ഗോസിപ്പ് ചെയ്യാനും ഒരു വിഭാഗം ആൾക്കാർ റെഡിയായിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. ഇഫ് യു വോണ്ട് ടു സെലിബ്രേറ്റ് യുവർ ലൈഫ്, തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു ഇറ്റ്. മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കണ്ട കേട്ടോ. ഇത് പറയാൻ 1000 ആൾക്കാരുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷേ അത്തരം ആൾക്കാരുടെ നെഗറ്റിവിറ്റി നിങ്ങളെ ഒരു കാരണവശാലും ബാധിക്കരുത്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, അതോടൊപ്പം ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവാം. ഞാനതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഓക്കെ, കമൻറ്റ്സ് ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട് ധാരാളമായിട്ട്. എൻ്റെ കണ്ണിലെ മോശം കമൻറ്റ്സ് എവിടെ വന്നാലും ഞാനതപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അത്തരം കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല, എന്നെ അത് ബാധിക്കാറുമില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളും അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ, നിങ്ങൾ ജീവിതം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് യുവർ ലൈഫ്. നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് തോന്നിയാലും നിങ്ങൾ പോവുക. എന്ത് വസ്ത്രം ധരിക്കണം തോന്നിയാലും അത് ധരിക്കാനായിട്ടുള്ള ആർജവം കാണിക്കുക. നിങ്ങൾക്ക് ചേരുന്ന വസ്ത്രമാണെങ്കിൽ, അല്ലാതെ പ്രായം നോക്കിയിട്ട് അയ്യോ ഇത്രയും വയസ്സായി ഇനി ആ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇട്ടുള്ളൂ. ആ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ചേരുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വൈ നോട്ട്, ഇടാമല്ലോ, തീർച്ചയായിട്ടും ഇടാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കളൊക്കെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പല ഭർത്താക്കന്മാരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഭർത്താക്കന്മാരില്ലാത്തവർ, ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വിഡോ ആയിട്ടുള്ളവരാണെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ കുട്ടികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ രീതിയിൽ ജീവിക്കാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കാനായിട്ട് നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കുക. ഞാൻ 60 വരെ ഞാൻ പറയുന്നു, 60 അല്ല 70 അല്ല 80 വയസ്സ് വരെയാണ് നിങ്ങളുടെ ലൈഫ് സ്പാൻ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ 80th ഇയറിലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, നിങ്ങൾ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വയസ്സിനനുസരിച്ചിട്ട് 70, 75, 80 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാർക്ക് ചെയ്യാനേ നിൽക്കരുത്. അതിനെക്കുറിച്ച് മറന്നേക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. ആരോഗ്യമുണ്ടോ, പിന്നെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ടോ, സേവിങ്സ് ഉണ്ടോ, ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ്. അത് പറയും, അതിങ്ങനെ പറയും വരും അതൊക്കെ പോയിട്ട് അവരാരും അല്ലല്ലോ നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ. അവരല്ലല്ലോ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരുണ്ടാകുമോ നമ്മളെ സഹായിക്കാൻ? ഇല്ല. സോ അതുകൊണ്ട് അത് വിടുക. അവരെ കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, ദോഷമുള്ളി. അപ്പോൾ ഗുണമുള്ള ആൾക്കാർ 2 കാര്യം പറഞ്ഞാലും നമുക്ക് പിന്നെയും കേൾക്കാം. പക്ഷേ അവർ ജെന്യുവിനായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു വെൽ വിഷർ പറയുന്നത് ജെന്യുവിനായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ കറക്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരു അസൂയയുടെ പുറത്തോ അല്ലെങ്കിൽ ഇഷ്ടക്കേടിൻ്റെ പുറത്തോ പിന്നെ ഒരു ജലസി അതിനപ്പുറത്തേക്ക് നോക്കണ്ട. പിന്നെ ചിലരുടെ ഒരു ഹാബിച്വലാണ്. ചില ആൾക്കാർ വളരെ ഹാബിച്വലായിട്ട് അതൊരു യൂണിവേഴ്സൽ മാലിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഫിനോമിനമില്ല. അവർക്ക് ആര് നന്നാവുന്ന കണ്ടുകൂടാ, ആര് സന്തോഷിക്കുന്ന കണ്ടുകൂടാ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത്തരക്കാരെയൊക്കെ ജസ്റ്റ് മൈൻഡ് ചെയ്യാണ്ട് വിടുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സെലിബ്രേറ്റ് യുവർ ലൈഫ്. ഏത് ഏജെന്നൊന്നും നോക്കണ്ട. ഏത് ഏജിലാണെങ്കിലും ആരോഗ്യമുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ജീവിതം കൊണ്ടുപോകുക. പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷമായിരിക്കും നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഹാപ്പി ആണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന പാർട്ടിക്ക് പോകണം, അടിച്ചു പൊളിക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് രാമനാമം ജപിച്ച് വീട്ടിലിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ക്ഷേത്ര ദർശനമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. അത് ഏത് പ്രായം എന്നൊന്നുമില്ല. ഏത് പ്രായത്തിലും നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് അങ്ങനത്തെ തോട്ട്സിലേക്കും പോകാമല്ലോ, റിലീജിയസ് തോട്ട്സും അങ്ങനെ ഒരു രീതിയിലും പോകാം. അപ്പോൾ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ചെയ്യാം. എന്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, എന്തും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ വസ്ത്രം ധരിക്കാം, എന്ത് കാര്യവും ചെയ്യാം. അപ്പോൾ ഏത് വസ്ത്രവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. സോ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്, സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു ലോലെസ്നെസ്സിനെ അല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് കുറച്ച് ഒരു എക്സ്ട്രീം എവിടം വരെ പോകാം അതുവരെ പോകാം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു ലിമിറ്റ് ഉണ്ടാവും. ഒരു ലോയ്ക്ക് അപ്പുറത്തേക്കൊരു കാര്യം ഉണ്ടാവും. അത്രയും പോകണമെന്നില്ല, പക്ഷേ അതിന് മുന്നേ ഉള്ളൊരു കാര്യം വരെ നമുക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും കംഫർട്ടബിളാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈ നോട്ട്, നിങ്ങൾ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഇറ്റ്സ് ആൻ ഓപ്പൺ ഫോറം, ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ ആരെയും അടിച്ച് ഇത് ജസ്റ്റ് മൈ ഓപ്പൺ തോട്ട്സ്, എൻ്റെ ഒരു ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലേക്ക് വന്ന് പറയുക. സന്തോഷമേ ഉള്ളൂ. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് കമൻസൊക്കെ. നമുക്കും കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടുമല്ലേ നിങ്ങളുടെ തോട്ട്സും ഞാനുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇതൊരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനായിട്ട് വിചാരിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.